ഇത്തവണത്തെ ലേലത്തിൽ ഒരുപാട് മികച്ച താരങ്ങൾ പുതിയ ടീമിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത IPL-ൽ ഒരുവിധം എല്ലാ ടീമിനും പുതിയ ക്യാപ്റ്റന്മാരാണ്. അപ്പോൾ അടുത്ത IPL-ൽ ഓരോ ടീമിൻ്റെയും ക്യാപ്റ്റന്മാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ടീം ലക്നൗ ആണ്. ലക്നൌവിനെ കഴിഞ്ഞ പ്രാവശ്യം രാഹുലായിരുന്നു. ഇപ്രാവശ്യം ഋഷഭ് പന്തിനെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പന്ത് തന്നെയായിരിക്കും ഇപ്രാവശ്യം ലക്നൗ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഇനി പഞ്ചാബ് ടീമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്യാപ്റ്റൻ ശ്രേയസ് ആയിരിക്കും. അതിനി മാറ്റം വരാൻ സാധ്യതയില്ല. ഇനി ഡൽഹി ടീമിൻ്റെ ക്യാപ്റ്റൻ രാഹുലായിരിക്കും. രാഹുലല്ലാതെ മറ്റൊരു ചോയ്സ് അവർക്കില്ല. ഇനി ഗുജറാത്ത് ടീമിൻ്റെ ക്യാപ്റ്റൻ ബട്ട്ലർ ആയിരിക്കും. ഇപ്രാവശ്യം 15 കോടിക്കാണ് ബട്ട്ലറെ ഗുജറാത്ത് വാങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ശുഭ്മാൻ ഗില്ല് മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. അടുത്തത് ഹൈദരാബാദാണ്. അവർക്ക് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് തന്നെയായിരിക്കും. ഇനി ക്യാപ്റ്റൻസിയിൽ വലിയ മാറ്റം വരുന്നത് RCB ടീമിലാണ്. RCBക്ക് ഇപ്രാവശ്യം ആരെ ക്യാപ്റ്റൻ ആക്കണമെന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ക്യാപ്റ്റൻസി മെറ്റീരിയലുള്ള ആരും തന്നെ അവരുടെ ടീമിലില്ല. നിലവിൽ കോഹ്ലി ക്യാപ്റ്റൻ ആക്കാനാണ് അവർക്കിഷ്ടം. അതിന് കോഹ്ലി സമ്മതിക്കണം. കോഹ്ലി ഇനി സമ്മതിച്ചില്ലെങ്കിൽ കൃണാൽ പാണ്ഡ്യ അല്ലെങ്കിൽ ഭുവനേശ്വർ കുമാർ ഇവരായിരിക്കും ക്യാപ്റ്റൻ. അടുത്ത ടീം CSK ആണ്. അവർക്ക് ക്യാപ്റ്റൻസി മാറ്റമില്ല. ഋതുരാജ് തന്നെയായിരിക്കും ക്യാപ്റ്റൻ. അടുത്തത് മുംബൈ ടീമാണ്. മുംബൈ ടീമിൽ ചിലപ്പോൾ ക്യാപ്റ്റൻസി മാറ്റം ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം സൂര്യകുമാർ ആയിരിക്കും മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഹാർദിക്കിന് ഇപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവുകൾ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ T20 ടീമിൽ സൂര്യയാണ് ക്യാപ്റ്റൻ. അതുകൊണ്ട് മുംബൈ ടീമും സൂര്യയെ ക്യാപ്റ്റനാക്കിയേക്കും. അവസാനത്തെ ടീം രാജസ്ഥാനാണ്. രാജസ്ഥാൻ എല്ലാ പ്രാവശ്യവും സഞ്ജുവിനെയാണ് ക്യാപ്റ്റൻ ആക്കാറ്. എന്നാൽ ഇപ്രാവശ്യം രാജസ്ഥാൻ ടീമിൽ ചില മാറ്റങ്ങൾ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ റിയാൻ പരാഗിനെ രാജസ്ഥാൻ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. സഞ്ജുവിനെ ക്യാപ്റ്റൻസി പ്രഷർ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.